അമൃത മിസ് ആണ്. അപ്പോൾ നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് ഉപയോഗിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒറിജിനൽ അല്ലെ ഹാർഡ് കോപ്പി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ പഠിച്ചു തുടങ്ങാനായിട്ടും ഏതൊക്കെയാ ചാപ്റ്റേഴ്സ് എന്നൊക്കെ ഒന്ന് റെഫർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം അല്ലെ. അങ്ങനെ മിസ് നിങ്ങളുടെ 9th CBSEയുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു നോക്കുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു അടിപൊളി ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഉള്ളത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് തന്നെ മിസ് പറഞ്ഞുതരാം. അത് ഗണിത മഞ്ജരി എന്നാണ് നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മളുടെ ഗണിത പ്രകാശ് എന്നായിരുന്നു തോന്നുന്നു, ഈ വർഷം ഗണിത മഞ്ജരിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം നമുക്ക് 2 വോള്യൂം 2 പാർട്ടുകളായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത്. ഇത് പാർട്ട് നമ്പർ 1 ആണ്. ഇതാ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ആണ് ഇത്. അപ്പോൾ ഒരുപാട് മക്കൾ മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ മിസ് ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടോ, ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരുമോ എന്നൊക്കെ. NCERT എന്ന് നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന നമ്മുടെ NCERTന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയും, അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ വരുന്ന ലിങ്കിൽ തന്നെ ഫസ്റ്റ് വരുന്ന സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിൽ നമ്മുടെ ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്ജക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്ജക്ട് അങ്ങനെ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വരും. ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയാണ്, സെറ്റാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ടിൽ 8 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. മൊത്തം 8 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ നമ്പർ 1 എന്ന് പറയുന്നത് യൂസ് ഓഫ് കോർഡിനേറ്റ്സ്, ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽ, സെക്കൻഡ് 1 വേൾഡ് ഓഫ് നമ്പേഴ്സ്, അങ്ങനെ പറഞ്ഞ് 8 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഓരോ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ 8th കോർഡിനേറ്റ് ജോമെട്രിയിലെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല അല്ലെ. ഓക്കെ, പോട്ടെ. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ഒന്നുമില്ല, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ നിൽക്കുന്ന പൊസിഷൻ നമുക്ക് വേറൊരാളോട് പറഞ്ഞു കൊടുക്കണം. അതായത് ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ ട്രേസ് ചെയ്ത് പിടിക്കുന്നില്ല ഒരാളെ. അങ്ങനെ നമ്മൾ ഒരാളെ ട്രേസ് ചെയ്ത് പിടിക്കുന്നതിന് പുറകിൽ ഒരു മാത്സ് ഉണ്ട്. ആ മാത്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഈ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന സാധനം. ഓക്കെ, അത് മാത്രമൊന്നുമല്ല, ഒരുപാടുണ്ട്. ലൊക്കേഷൻ, മാപ്പിലെ ലൊക്കേഷൻ പിടിക്കാനായിക്കോട്ടെ, സാറ്റലൈറ്റ്സിലായിക്കോട്ടെ, ഗ്രാഫിംഗ് ഫങ്ഷൻസ്, ആർക്കിടെക്ചർ, സിറ്റി പ്ലാനിങ്, ഇതിനെല്ലാത്തിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യൂസ് ഓഫ് കോർഡിനേറ്റ്സ് ആണ്. അതാണ് നിങ്ങൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും 9th +1 നിന്നും അല്ലെങ്കിൽ 10th ടോപ്പിക്സ് ഒക്കെ കയറി വന്നിട്ടുണ്ടെന്ന്. ഓഫ് കോഴ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്കത് കാണാം. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, ഈ വർഷം നിങ്ങൾ ഇതിന്റെ കൂടെ അതുകൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഇസ് ലീനിയർ പോളിനോമിയൽസ്. ലീനിയർ പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കുറേ കാര്യങ്ങൾക്ക് ചെയ്യുന്നതാണ്. അതായത് ഒരു പെന്നിന് 5 രൂപയാണ്, അങ്ങനെയാണെങ്കിൽ 10 പെന്നിന് എത്രയാണ്? നമ്മൾ എന്ത് ചെയ്യും? 2 × 10 ചെയ്യും. അതേപോലെ എനിക്ക് ഒരുപാട് പെന്ന് വാങ്ങണം, എനിക്ക് X നമ്പർ ഓഫ് പെന്ന് വാങ്ങണം, അപ്പൊ എത്ര രൂപയാവും? 2 × X. സോ ഇവിടെ 2 × X എന്ന് പറയുന്നത് ഒരു ലീനിയർ പോളിനോമിയൽ. അങ്ങനെ ഒരു എക്സാമ്പിൾ, ഓൾജിബ്രാന്റെ എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോളിനോമിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള പാഠമാണ് 2ാമത്തെ ചാപ്റ്റർ, ലീനിയർ പോളിനോമിയൽസ്, ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ്. ദ നെക്സ്റ്റ് 1 ഈസ് വേൾഡ് ഓഫ് നമ്പേഴ്സ്. നമുക്കറിയാം നമ്പേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് അല്ലെ. പിന്നെയും കുറെ നമ്പേഴ്സ് ഉണ്ട്. അത് മാത്രമൊന്നുമല്ല, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് ഫാമിലി ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചത് കൂടാതെയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവരെ പഠിച്ച, എനിക്ക് തോന്നുന്നു നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ഹോൾ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ഇൻഡിജേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വേണമെങ്കിൽ റാഷണൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടോ? റാഷണൽ നമ്പേഴ്സ് P/Q ഫോം, ഫ്രാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടും ഒരുപാട് ഫാമിലീസ് വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലീസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് വേൾഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പ്ലോറിംഗ് ആൾജിബ്രൈക് ഐഡന്റിറ്റീസ്, A+B² എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതൊക്കെയാണ് പിന്നത്തെ ചാപ്റ്റർ. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ഇതാണ് 8 ചാപ്റ്റേഴ്സ്. അപ്പൊ ഈ 8 ചാപ്റ്റേഴ്സിനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. അതായത് 8th, 7th, 6th ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് തുടങ്ങാനായിട്ട്. അപ്പൊ ഈ മിസ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ കാണുമ്പോൾ ആരും തന്നെ പേടിക്കേണ്ട. ഇതിനാവശ്യമായ ബേസിക്സും
ഈ ഓരോ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ടും പഠിപ്പിക്കാനായിട്ട് നമ്മുടെ സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും റെഡിയാണ്, ഇൻക്ലൂഡിങ് മീ. ഓക്കെ, അപ്പോൾ ഞാനും ഞങ്ങളടങ്ങുന്ന എല്ലാ മാത്സിന്റെ എല്ലാ ഫാക്കൽറ്റീസും ഫുൾ സെറ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഓരോ ചാപ്റ്റർ പഠിക്കാൻ ആവശ്യമായ ബേസിക്സിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്കൂൾ ഓപ്പൺ ചെയ്ത് വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സ്കൂൾ എടുക്കുന്ന സമയം നിങ്ങൾക്ക് അത് റിവിഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ നടത്തുന്ന എക്സാംസും ഓരോ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന MCQs, അതായത് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും എല്ലാം കൂടി ആകുമ്പോൾ 9th CBSE എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് മാറി വന്ന ടെൻഷൻ ഒന്നും അറിയാതെ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് എക്സാം എഴുതും അല്ലേ. അപ്പോൾ ഒരു ഡിലേയും വരുത്തണ്ട, ഒരു ചേഞ്ചും വരുത്തണ്ട. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഓരോ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് എല്ലാവരും ഇവിടെ റെഡിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, വേഗം തന്നെ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ക്ലാസ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, 10 MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റ് നടത്തും. ആ യൂണിറ്റ് ടെസ്റ്റിന് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ട്യൂഷന് പുറമെ വീടുകളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ക്ലാസ് മിസ്സാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മഴയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ക്ലാസ് മിസ്സാവും. എന്തെങ്കിലും കാരണം വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ക്ലാസ് മിസ്സാവും. പക്ഷേ ഓൺലൈൻ ആവുന്ന സമയത്ത് കൃത്യമായിട്ട് വീട്ടിലിരുന്ന് നമ്മളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് കാണാം. ഒരു ക്ലാസ് മിസ്സായെന്ന് വെച്ചാൽ അത് പോയില്ല, റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇരുത്തിച്ച് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് നടത്തുന്നതാണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ക്ലാസ് കാണുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഓക്കെ, അത് മിസ് തരുന്ന ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് അവരോടൊക്കെ പറയാ, എല്ലാം റെഡിയാക്കി നമ്മുടെ സൈലത്തിലെ നിഞ്ച ബാച്ചിൽ ടീച്ചേഴ്സ് നമ്മൾ വിളിക്കുന്നുണ്ട് വേഗം ജോയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം. സോ താങ്ക് യു ഡിയേഴ്സ്, ബൈ.